പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. Do not be anxious about anything, but in every situation, by prayer with thanksgiving, present your requests to God. The peace of God, which transcends all understanding, will guard your hearts and minds in Christ Jesus. Philippians chapter 4, verses 6 and 7. We begin with the sign of the cross, in the name of the Father, and of the Son, and of the Holy Spirit. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉത്തരഫലമായി കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവും. ശുദ്ധമുള്ള കന്യകേ, മർത്തമറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയം ദൈ നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. Psalm 121. I lift up my eyes to the mountains. Where does my help come from? My help comes from the Lord, the maker of heaven and earth. He will not let your foot slip. He who watches over you will not slumber. Indeed, he who watches over Israel will neither slumber nor sleep. The Lord watches over you. The Lord is your shade at your right hand. The sun will not harm you by day, nor the moon by night. The Lord will keep you from all harm. He will watch over your life. The Lord will watch over your coming and going, both now and forevermore. Praise be to the Lord. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ. ആരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, താരമില്ലെന്നോതിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, തമ്പുരാന്റെ തിരുവചനം ഓർപ്പിക്കും പോലാകവേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു തന്നിടുവാൻ ഫലഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ. രാവിലും പകലിലും ചേലൊടു തൻ പാലനം, ഭൂവിൽ എനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യ നല്ലവൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Psalms 91. അത്യുന്നത പുഴയിൽ വസിക്കുകയും സർവശക്തന്റെ ദൃഷ്ടിയിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ കുഞ്ഞുങ്ങൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും.
അവന്റെ ചിറകുന്നിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാവുന്നു. രാത്രിയുടെ ഭയത്തെയും പകൽ പറക്കുന്ന വസ്ത്രത്തെയും ചുറ്റി സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതിനെ നിന്റെ വാസ്തവമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ബാധിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കയ്യിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേൽ ഉണയിന്മേൽ നീ ചവിട്ടും. ബാലൻ സിംഹത്തിന്മേലും പാമ്പിനെ നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ ഉത്തരം വരളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവൻ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവേ പിതാവേ, ഈ സമയത്ത് നാനാ രാജ്യങ്ങളിൽ ഇരുന്ന് ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനും കൂട്ടായ്മയിൽ പ്രയറിന് വേണ്ടി അങ്ങ് തന്ന ഈ സമയത്തിന് ഒത്തിരി നന്ദി പറയുന്നു അപ്പച്ച. സ്വർഗ്ഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമാകുന്നല്ലോ കർത്താവെ. ഞങ്ങളിപ്പോൾ അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് ഞങ്ങൾ യാചിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച. യേശുവെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ഞങ്ങൾ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പൗലോസ് അച്ഛനെയും തോമസ് അച്ഛനെയും വർഗീസ് അച്ഛനെ എല്ലാ തിരുമേനിമാരെ എല്ലാം അങ്ങയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുന്നു. ഫാമിലിനെ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. കർത്താവെ, പ്രത്യേകിച്ച് മറിയമ്മയുടെ ഓർത്ത് നന്ദി പറയുന്നു അപ്പച്ച. അങ്ങ് തന്ന ഈ അനുഗ്രഹത്തിനെ ഓർത്ത് നന്ദി പറയുന്നു അപ്പച്ച. എല്ലാ മക്കളെയും മാതാപിതാക്കളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും ഓർത്ത് കർത്താവെ അവരെല്ലാം അനുഗ്രഹിക്കണമേ. സൗഖ്യദായകനായ യേശുനാഥ, അങ്ങ് സൗഖ്യം കൊടുക്കുന്ന നാഥനാകുന്നല്ലോ കർത്താവെ. മനുഷ്യർക്ക് അസാധ്യമായത് അങ്ങേക്ക് സാധ്യമാകുന്നല്ലോ. എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആന്റണി അപ്പച്ചനെ, തങ്കപ്പച്ചനെ, ആന്റെ അപ്പച്ചനെ, കമലമ്മേനെ കർത്താവെ സമർപ്പിക്കുന്നു. യേശു അനുഗ്രഹിക്കണമേ. തങ്കമ്മേനെ എല്ലാം സമർപ്പിക്കുന്നു. എല്ലാ രോഗികളെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, സൗഖ്യം കൊടുത്തവരെല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങ് മാറ്റി കർത്താവെ സന്തോഷവും സമാധാനവും പരസ്പര സ്നേഹത്തിലുള്ള ജീവിക്കാനുള്ള അനുഗ്രഹം അങ്ങ് കൊടുക്കണമേ. അപ്പച്ച, കമ്മ്യൂണിറ്റി കിച്ചണിലെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. നിന്റെ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു അപ്പച്ച. എല്ലാം സ്പോൺസർ ചെയ്യുന്ന എല്ലാ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവെ, അനുഗ്രഹിക്കണമേ. പെയിൻ ആൻഡ് പാലിറ്റീവിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ ഫങ്ഷൻസ് എല്ലാം നടക്കുന്നില്ല കർത്താവെ. എല്ലാവരും സ്പോൺസർ ചെയ്ത് കർത്താവെ അതിനെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവെ സ്തുതിയായി. ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു അപ്പച്ച. യേശു അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാ രോഗികളെ ഓർത്ത് സമർപ്പിക്കുന്നു. എല്ലാ കിഡ്നി രോഗികളെയും ക്യാൻസർ രോഗികളെയും എല്ലാം സമർപ്പിക്കുന്നു. ഗോപിയപ്പച്ചനെ സമർപ്പിക്കുന്നു അപ്പച്ച. യേശു ആയുസ്സും ആരോഗ്യ സന്തോഷവും സമാധാനം എല്ലാം അങ്ങ് കൊടുക്കണമേ. ട്രീറ്റ്മെന്റിലായിരിക്കുന്നില്ല കർത്താവെ, അനുഗ്രഹിക്കണമേ. അതേപോലെ തന്നെ ജോസേട്ടന്റെ ഫാമിലിനെ സമർപ്പിക്കുന്നു കർത്താവെ. ആയുസ്സും ആരോഗ്യ സന്തോഷവും സമാധാനവും കണ്ടിന്യൂ ചെയ്യുവാനും നിയന്ത്രിച്ചു പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് കൊടുക്കണമേ. അറിയും വീട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനെ ഞങ്ങളുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുന്നു. പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും കർത്താവ് ജോലി ചെയ്തു പോവാനും കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് കൊടുക്കണം യേശുവെ. അപ്പച്ച, അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളെയും ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വചനങ്ങൾ. അവൻ ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വഴിനടക്കയിൽ കതിർ പറിച്ചു തുടങ്ങി. പരീശന്മാർ അവനോട്, നോക്കൂ, ഇവർ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്തേ എന്ന് പറഞ്ഞു. അവൻ അവരോട്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി വിശന്നപ്പോൾ ചെയ്തതെന്ത്? അവൻ അബ്യാഥാർ മഹാപുരോഹിതന്റെ കാലത്ത് ദൈവാലയത്തിൽ ചെന്ന പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം
തിന്ന് കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാർക്കുമാ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ദിവസം കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തമ്പുരാൻ ഭാഗ്യം തന്നതിനെ ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് നാം വായിച്ചു കേട്ടതായിട്ടുള്ള ഗോസ്പൽ സെയിന്റ് മാർക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 23 to 28. അതേപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 91 അതിലെ 11-ാമത്തെ വാക്യം ഞാൻ 11-ഉം 12-ാമത്തെ വാക്യം നിങ്ങളെ ഒന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലേക്ക് പ്രവേശിച്ചോളാം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വായിക്കുമ്പോൾ എത്രയ്ക്ക് മാത്രം ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതിന് സംശയമില്ലല്ലോ. കാരണം നമ്മുടെ കർത്താവ് നമ്മെ എത്രയ്ക്ക് മാത്രം കരുതുന്നു എന്നുള്ളതായിട്ടുള്ള ഒരു സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ഞാനും നിങ്ങളും പല രീതിയിലുള്ളതായിട്ടുള്ള വഴികളിൽ കൂടി പോകുന്നുണ്ട്. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ വഴികളിൽ കൂടി ഞാനും നിങ്ങളും പോവുകയാണെങ്കിൽ അവൻ എല്ലാ വഴികളിലും നമ്മെ കാത്തുകൊള്ളും. അവൻ നമ്മെ ഒരു നീചകാര്യത്തിന് വിടുകയോ മറ്റു രീതിയിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയോ ചെയ്യുകയില്ല. എല്ലാ വഴികളിലും അവൻ നമ്മെ കാത്തുകൊള്ളും. അതുപോലെ തന്നെ അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുകയും ചെയ്യും. എന്തിനാ ദൂതന്മാരോട് കൽപ്പിക്കുന്ന? അവൻ പറയുന്നുണ്ട്, അവന്റെ കൈകളിൽ വഹിച്ചിരിക്കുകയാണ്. ഇവനെ കാത്തുകൊള്ളണം, ഇവനെ നോക്കിക്കൊള്ളണം എന്നുള്ളതായിട്ടുള്ള രീതിയിൽ ദൂതന്മാരോട് പറയുന്നു. അതേ സമയത്ത് തന്നെ കർത്താവ് അവന്റെ കൈകളിൽ നമ്മെ വഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിട്ടുള്ള കാര്യം നമ്മെ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം, ഈ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? എൻ്റെ കർത്താവ് എന്നെ നോക്കിക്കൊള്ളും എന്നുള്ളതായിട്ടുള്ള ഉറച്ച ധൈര്യം നമുക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മനസ്സിന് ആ ധൈര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട് എന്ന് പറയുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവം എന്നെ കാത്തുകൊള്ളും, അവൻ്റെ കൈകളിൽ അവനെ സുരക്ഷിതമായിട്ട് എന്നെ കാത്തുകൊള്ളും എന്നുള്ളതിനുള്ളതായിട്ടുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, നിരാശയിലേക്ക് വീണു പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. എന്ത് തന്നെയായിരുന്നാലും ശരി, രോഗങ്ങൾ വരുമെന്നതിന് സംശയമില്ല. രോഗങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, സകല വിധത്തിലുള്ള ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വന്നു എന്ന് വന്നേക്കാം. എന്നാലും നമ്മെ താങ്ങുന്നവനായിരിക്കുന്ന ദൈവം, നമ്മെ കാണുന്നവനായിരിക്കുന്ന ദൈവം, നമ്മെ കാക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് പറയുവാനുള്ളതായിട്ടുള്ള വിശ്വാസത്തോടുകൂടി ഉണ്ട് എന്നുള്ളതായിട്ടുള്ള ആ വിശ്വാസം നമ്മെ ഭരിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും ചഞ്ചലപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, നിരാശപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പ്രത്യാശയോടുകൂടി ദൈവം തരുന്നത് എന്തും സന്തോഷത്തോടുകൂടി സ്വീകരിപ്പാൻ സന്നദ്ധനാണ് എങ്കിൽ നമുക്ക് ആശ്വാസം ലഭിക്കും, സന്തോഷം ലഭിക്കും, സമാധാനം ലഭിക്കും. ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. നാം വായിച്ചെടുത്തായിട്ടുള്ള ഗോസ്പലില് ശാബത് മനുഷ്യനുണ്ടാക്കിയതാണ്. ശാബത് കാരണം നിയമം മനുഷ്യർ നല്ല രീതിയിൽ പോകേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഈ ലോക ചിന്തയിലുള്ളതായിട്ടുള്ള നിയമങ്ങൾ നമുക്ക് മനസ്സിലാകും. കാരണം എന്താണ്? ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ പോകേണ്ടതിനാണ്. മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ വരുത്താതെ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഗവൺമെന്റ് ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിയമം മനുഷ്യന് വേണ്ടിയാണ്, ശാബത മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യനാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും ഞാനും നിങ്ങളും ആ ദൈവം നടത്തുന്നവനാണെന്നുള്ളതായിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും നിരാശപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ലതായിട്ടുള്ള കാര്യമില്ല. അവൻ അഭേദ്യ പുരോഹിതന്റെ കാലത്ത്
ദേവാലയത്തിൽ ചെന്നു പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്ന് കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ പുരോഹിതന്മാർക്ക് മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് നിയമത്തിൽ എഴുതിയിരിക്കുന്നുണ്ട് എങ്കിലും എന്തുകൊണ്ട് പുരോഹിതൻ തൻ കാഴ്ചയപ്പം എടുത്ത് മറ്റുള്ളവർക്ക് കൂടെ വിശന്നപ്പോൾ അവർക്ക് കൊടുത്തു? അപ്പോൾ ആ വിശപ്പ് ജഡീകമായിട്ടുള്ള ആ ഒരു വിശപ്പാണ് എങ്കിൽ തന്നെയും അവരുടെ വിശപ്പ് മാറ്റുവാൻ അത് മറ്റൊന്നും ലഭിക്കാതിരുന്നപ്പോൾ അവിടെ ആ വിശപ്പിനുള്ളതാൾ കാഴ്ചയപ്പം അവർക്കെടുത്ത് കൊടുത്തു എങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയുന്നവനായിരിക്കുന്ന ദൈവം, നമ്മുടെ പ്രയാസങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അറിയുന്നവനായിരിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ ശാബത്ത് നിങ്ങൾ വിശുദ്ധമായിട്ട് ആചരിക്കണമെന്ന് എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ശാബത്തില് മറ്റൊന്നാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്, ക്രൂശിക്കപ്പെടുവാനായിരിക്കുന്ന ക്രിസ്തുവിനെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാണ് ഞാൻ നിങ്ങളും ആ ശാബത്ത് ദിവസം അനുഭവിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെയാണ് അനുഭവിക്കുന്നത് എന്നുള്ള ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്. യേശുവിനെയാണ് ഞാനും നിങ്ങളും കാണുന്നത്. യേശുവിനെ കണ്ടുകൊണ്ട് അവനെ മുഖാമുഖമായിട്ട് കണ്ടുകൊണ്ട് ആ ശാബത്തിൽ സംബന്ധിക്കുന്നുണ്ട് എങ്കിൽ ദൈവം നമ്മൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും തരും. നിങ്ങളുടെ ജീവിതത്തില് യേശു ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ, ക്രിസ്തു യേശു ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശു അവൻ നമുക്ക് വേണ്ടി കാൽവരിയിലെ യാഗമായിട്ട് തീർന്നുവെങ്കിൽ അവൻ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല, ഒരിക്കലും നമ്മെ കൈവിട്ട് കളയുകയില്ല. അവന്റെ കൈകളിൽ നമ്മെ വഹിച്ചുകൊണ്ട് അവൻ സദാസമയം നമ്മളെ കാത്തു പരിപാലിച്ചുകൊള്ളും. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതുവരെയും കേട്ട ദൈവമക്കൾക്ക് എല്ലാവർക്കും കർത്തൃനാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. ഈ അവസരം തന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടിയും നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾക്കുത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ.